കള്ളാടി ദുരന്ത സ്ഥലത്ത് മണ്ണ് പരിശോധനയ്ക്കായി വിദഗ്ധ സംഘമെത്തി. തുരങ്കപാത നിർമ്മാണത്തിൽ നിലവിലുള്ള മണ്ണ് പ്രത്യക്ഷത്തിൽ അപകടകരമല്ല എന്ന് വിദഗ്ധ സമിതി അംഗം ഡോക്ടർ സന്തോഷ് ജി തമ്പി പറഞ്ഞു. അതിനുശേഷം ടൗൺഷിപ്പിലെത്തി സംഘം അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് പരിശോധിച്ചു. തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണൊലിപ്പ് ഉണ്ടാകാത്ത ഭാഗങ്ങളിലെ മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച് പരിശോധിക്കാനും നിർദ്ദേശം നൽകാനുമാണ് വിദഗ്ധ സമിതി കള്ളാടിയിൽ എത്തിയത്. കോഴിക്കോട് NIT പ്രൊഫസർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജൂഡ് ഇമ്മാനുവൽ, NCESS ഡയറക്ടറുടെ പ്രതിനിധി എന്നിവരടങ്ങിയ സമിതിയിലെ 2 പേരാണ് പരിശോധനയ്ക്ക് എത്തിയത്. നിലവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുള്ള ഭാഗത്ത് പ്രത്യക്ഷത്തിൽ അപകടാവസ്ഥയില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ പ്രാഥമിക നിഗമനം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇങ്ങനെ ടൗൺഷിപ്പിൻ്റെ വർക്കുമായിട്ടും ഇവിടെ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂട്ടിയിട്ടുള്ള മണ്ണ് അത് മഴ വരുമ്പോൾ ഒലിച്ച് ഇവിടുത്തെ റോഡുകളിലൊക്കെ ബ്ലോക്ക് ആവുകയും അങ്ങനെ വയനാട് ടൗണിനകത്ത് അത്യാവശ്യം വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിനെ എന്തെങ്കിലും ഇവിടെ തന്നെ മാനേജ് ചെയ്ത് ഈ മണ്ണൊലിപ്പില്ലാത്ത രീതിയിലാക്കാൻ പറ്റുമോ അതോ വേറെ എവിടെയെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്ഥലത്ത് ഡ്രോൺ സർവേ നടത്തുമെന്നും ഒരാഴ്ചക്കകം റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നും വിദഗ്ധ സമിതി അറിയിച്ചു. അതേസമയം ടൗൺഷിപ്പിലെ KSEB സബ്സ്റ്റേഷൻ, 5ാം സോൺ എന്നിവിടങ്ങളിൽ മണ്ണ് കൂട്ടിയിട്ട സ്ഥലവും സംഘം സന്ദർശിച്ചു. ഇപ്പോൾ KSEBയുടെ സൈറ്റിലാണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ ടൗൺഷിപ്പിൻ്റെ അവിടെ ഞങ്ങൾ പോയിരുന്നു, പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടില്ല. അതിപ്പോൾ നമ്മൾ നോക്കും. ഈ കണ്ട കാഴ്ചയിൽ ഈ മണ്ണ് ഭീഷണിയാണോ? ഭീഷണി എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, ഇതിപ്പോൾ മണ്ണ് വെറുതെ കൂട്ടിയിട്ട് ഇത്രയും വലിയ ഹൈറ്റിലിടുമ്പോൾ ചെറിയ ഭീഷണി ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇപ്പോൾ ബേസിക്കലി ഇത് ഫ്ലഡിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതല്ലാതെ ഇപ്പോൾ നേരത്തെ കണ്ട മാതിരത്തെ ഒരു ഇഷ്യൂ അല്ല. കൈരളി ന്യൂസ്, വയനാട്.